അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA അറബിക് തേർഡ് സെമസ്റ്റർ അപ്രിസിയേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രിയുടെ ബ്ലോക്ക് 4 ആണ്, മോഡേൺ പോയട്രിയാണ്. ഇൻഷാല്ലാ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് 1 അൽ ഹദാസ മഫ്ഹൂമുഹ വ തതവ്വുറുഹ. എന്താണ് മോഡേണിസം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ആശയം എന്താണ്, അതിൻ്റെ വളർച്ച എങ്ങനെയാണ്. അപ്പോൾ മോഡേണിസം നമ്മൾ ഫസ്റ്റ് ചർച്ച ചെയ്യുന്നത് ലോക സാഹിത്യത്തിലുണ്ടായിട്ടുള്ള ഹദാസയെക്കുറിച്ചാണ്. അൽ ഹദാസത്തു ഹിയ മുസ്തലഹുൻ യുസ്തഖ്ദമു ലിവസ്ഫി ഫത്രത്തിൻ സമനിയ്യത്തിൻ താരീഖിയ്യ. ഒരു ചരിത്രപരമായിട്ടുള്ള നിർണിതമായ ഒരു കാലഘട്ടത്തെ പ്രത്യേകമായി പറയാൻ ഉപയോഗിക്കുന്നൊരു ടേമാണ് ഹദാസ. ഹറക ഫിക്രിയ, അതൊരു ചിന്താ മുന്നേറ്റമാണ്. സഖാഫിയ, സാംസ്കാരിക മുന്നേറ്റമാണ്. തെറ്റി ബായ്ദ ഫത്ര സമനിയ മുഅയ്യന ഫി താരീഖ്, അത് ഉണ്ടായിട്ടുള്ളത് മറ്റൊരു നിർണിതമായ കാലഘട്ടത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു പീരീഡിനാണ് മോഡേണിസം എന്ന് പറയുന്നത്. തമയ്യസുൽ ഹദാസത്തു ബിൽ അദീദ് മിന സിമാത്ത്, ധാരാളം പ്രത്യേകതകൾ കൊണ്ട് ഈ മോഡേണിസം വ്യതിരിക്തമാകുന്നുണ്ട്. വത്തഗീറാത്ത്, മാറ്റങ്ങളെ കൊണ്ടും. ഫി മജ്മൂഅത്തിൻ മുതനവ്വിഅ മിനൽ മജാലാത്ത്, വലിയ വ്യത്യസ്തങ്ങളായ മേഖലകളിലുണ്ടായ മാറ്റങ്ങൾ. ബിമാ ഫി ദാലിക സഖാഫ, ഏതൊക്കെയാണ് സഖാഫത്തുണ്ട്. വൽ ഫന്ന് വസ്സിയാസ, കല, രാഷ്ട്രീയം, സംസ്കാരം. വൽ ഇഖ്തിസാദ് വൽ ഉലൂം വൽ ഫൽസഫ, ഫിലോസഫി, ശാസ്ത്രം, സാമ്പത്തികം. ഈ മേഖലകളിലൊക്കെ ഉണ്ടായ വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രത്യേകതകൾ ഈ മോഡേണിസത്തിന് ഉണ്ടായിട്ടുണ്ട്. താരീഖിയൻ തുമസിലുൽ ഹദാസത്തു ആദത്തൻ അൽ ഫത്ര അല്ലത്തി തലി അൽ ഉസൂർ അൽ വുസ്ത ഫി ഔറൂബ. ചരിത്രപരമായി നോക്കുമ്പോൾ സാധാരണഗതിയിൽ യൂറോപ്പിലുണ്ടായ മധ്യ കാലഘട്ടത്തെ തുടർന്നുള്ള പീരീഡിനാണ് ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത്. വല്ലത്തി ഇംതദ്ദ തഖ്രീബൻ മിനൽ ഖർൻ الرابع عشر حتى القرن الثامن عشر. അത് ഏകദേശം 14-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ഈ ഒരു പീരീഡിനാണ് ചരിത്രപരമായിട്ട് ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത്. അന്ന് ഷഹിദ തൗറുബ തഗീറാത്തിൻ ഹമ്മ ഫി മജ്മുഅത്തിൻ മിനൽ മജാലാത്ത്, ഒരു കൂട്ടം മേഖലകളിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് യൂറോപ്പ് അന്ന് സാക്ഷ്യം വഹിച്ചു. ഏതൊക്കെ? മിസ്ലുൽ ഉലൂം, സയൻസ് മേഖല. വൽ ഇസ്തിക്ശാഫ്, കണ്ടെത്തലുകൾ. വൽ ഇഖ്തിസാദ്, സാമ്പത്തികം. വസിയാസ, രാഷ്ട്രീയം. വസഖാഫ, സംസ്കാരം. ഈ മേഖലയിലൊക്കെ യൂറോപ്പിൻ്റെ മാറ്റങ്ങൾക്ക് വേദിയായ ഒരു പീരീഡാണ് ആ പീരീഡ്. അതുകൊണ്ട് ആ കാലഘട്ടത്തെ മോഡേൺ പീരീഡ് എന്ന് വിളിക്കപ്പെടുന്നു. അതോടൊപ്പം മിനൽ ജദീദ് ബിദ്ദിക്ർ, അതോടൊപ്പം നാം എടുത്തു പറയേണ്ട കാര്യമാണ് അന്ന മുസ്തലഹ് അൽ ഹദാസ യുംകിനു യുസ്തഖ്ദമ ബിമആനി മുഖ്തലിഫ ഇഅ്തിബാദ അല സിയാഖ്. സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്തങ്ങളായ ആശയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നൊരു ടേമാണ് ഈ മോഡേണിസം എന്ന് പറയുന്ന ടേം. വയുംകിനു യുശീറു ഇല തതവ്വുറാത്തിൻ മുശാബ്ബഹ ഫി താരീഖ് വസഖാഫാത്തിൻ ഉഖ്റ ഫിൽ ആലം. ലോകത്ത് ഇതുപോലെയുണ്ടായ മാറ്റങ്ങൾ എവിടെയൊക്കെ ഉണ്ടാകുന്നു അപ്പോഴൊക്കെ അതിന് സമാനമായ രൂപത്തിലുണ്ടാകുമ്പോൾ പറയുന്നു മോഡേണിസം, അത് ആധുനികതയാണ് എന്ന രൂപത്തിൽ ഈ ടേം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. بشكل عام الحداثة تعتبر فترة تميزت بالتغييرات السريعة والتطورات الهامة في مجموعة متنوعة من المجالات. സാധാരണഗതിയിൽ പൊതുവായി പറയുമ്പോൾ ഈ ടേം ഉപയോഗിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന മാറ്റം, സമൂഹത്തിലെ ഒരു കൂട്ടം മേഖലയിലെ പെട്ടെന്നുണ്ടാകുന്ന പുരോഗതി, അതിന് മോഡേണിസം എന്ന് ഉപയോഗിക്കുന്നുണ്ട്. വഹിയ മുസ്തലഹുൻ യുസീറുൽ കസീറ മിനൻ നിഖാഷ് വൽ ബഹ്സ് ഫിൽ ഉലൂമിൽ ഇജ്തിമാഇയ്യ വൽ ഇൻസാനിയ്യ. മാനവികത വിഷയങ്ങളിലും സാമൂഹിക വിഷയങ്ങളിലും ഇത് വളരെയധികം ചർച്ചയ്ക്ക് വിധേയമായ ഒരു ടേമാണ് ആധുനിക കാലഘട്ടം. ആധുനികത എപ്പോഴാണത് ഉണ്ടായത്, എല്ലാ നാട്ടിലും പിന്നെ ഇന്ന പീരീഡ് എന്ന് പറയാൻ പറ്റുമോ, ഓരോ നാട്ടിൻ്റെയും ആധുനികത എപ്പോഴാണ് എന്നിങ്ങനെ തുടങ്ങി പല നിലക്കുള്ള ചർച്ചകൾ, ചൂടേറിയ ചർച്ചകൾ ആ മേഖലകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അൽ അദബുൽ ഹദാസിയു ഹുവ തവജ്ജുഹുൻ അദബിയ്യുൻ നശഅ ഫിൽ ഖർനിൽ 20. നമുക്ക് സാഹിത്യ മേഖലയിലുള്ള ആധുനിക സാഹിത്യം എന്ന് പറയുന്നത് അത് 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു സാഹിത്യ മുന്നേറ്റമാണ്. വഹിയ യുമസ്സിലു തഹവ്വുലൻ കബീറൻ ഫിൽ അസാലിബ് വൽ മദാമിൻ അൽ അദബിയ്യ. അവിടെ സാഹിത്യത്തിൻ്റെ ശൈലിയിലും കണ്ടന്റിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ഒരു പീരീഡാണ്. ഇഷഖുൽ അദബ് അൽ ഹദാസി റദ്ദ ഫിഅൽ അൽ തഖാലിദ് അൽ അദബിയ്യ അൽ സബിഖ. ഈ ഒരു ആധുനിക സാഹിത്യം ഉണ്ടാവാനുള്ള കാരണം തന്നെ പൗരാണികമായ സാഹിത്യ സമ്പ്രദായങ്ങളെ അതിന് മറുപടിയായി, അതിന് വിരുദ്ധമായി, അതിനെ പൊളിച്ചെഴുതുക എന്ന രൂപത്തിലാണ് ആധുനിക സാഹിത്യം വരുന്നത്. വയസ് ആയില തജ്ദീദ് അദബി, ആധുനിക സാഹിത്യം ശ്രമിച്ചിട്ടുള്ളത് സാഹിത്യത്തിൽ നവോത്ഥാനം ഉണ്ടാക്കാനാണ്. മിൻ ഖിലാലി തജ്ദീദ് അൽ ഫന്നി, കലാപരമായ പരീക്ഷണങ്ങളിലൂടെയും അതിൻ്റെ നവീകരണത്തിലൂടെയുമുള്ള മുന്നേറ്റം ഉണ്ടാക്കുക.
تتميز الأدب الحداثي بمجموعة من السمات والمميزات التي تشمل താഴെ പറയുന്ന നിലക്കുള്ള വ്യത്യസ്ത പ്രത്യേകതകൾ ഈ ആധുനിക സാഹിത്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അത്തജ്ദീദുൽ ഉസ്ലൂബി, ശൈലിയിലുണ്ടായ നവീകരണം. അൽ അദബുൽ ഹദാസി യഅ്തമിദു അലാ ഇസ്തിഖ്ദാമി അസാലീബ ജദീദ വ മുബ്തകിറ ഫിൽ കിതാബ. ഈ ഒരു ആധുനിക സാഹിത്യം എന്നുള്ളത് എപ്പോഴും പുതിയ ശൈലികളെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ എഴുത്തിലെ നൂതനത്വം കൊണ്ടുവരിക. ഖദ് യതളമ്മനു ദാലിക തജാറുബ് ഫി ഹയാക്കിൽ റിവായ വശ്ശിഅർ. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് കവിതയുടെ ഘടനയിൽ, അതേപോലെ നോവലുകളുടെ ഘടനയിലാണ് ഇത് പരീക്ഷിച്ചിട്ടുള്ളത്. വസ്തിഖ്ദാമു ലുഗത്തിൻ ഗൈരി തഖ്ലീദിയ, അതേപോലെ വസ്തിഖ്ദാമു ലുഗത്തിൻ ഗൈരി തഖ്ലീദിയ, സമ്പ്രദായത്തിന് വിരുദ്ധമായ നിലക്കുള്ള ഭാഷാ പ്രയോഗങ്ങൾ. വസ്തിഖ്ദാമു തഖ്നിയാത്തിൻ തഅബീരിയ മുബ്തകിറ, പുതിയ ആവിഷ്കരണ ടേമുകൾ, ടെക്നിക്കൽ വേർഡുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അത്തഅബീർ അൻ തജ്രിബ അൽ ബശരിയ. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എക്സ്പീരിയൻസുകളെ പറയുക എന്നുള്ളത്. യതനാവൽ അദബുൽ ഹദാസി മവാദിഅ, വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ആധുനിക സാഹിത്യം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏതുപോലെ മിസ്ലുൽ ഹുവിയ ഷഖ്സിയ, മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയെ പോലെയുള്ള, വൽ അലാഖാത്തുൽ ഇജ്തിമാഇയ, സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചുള്ള, വത്തവാസുലി വത്തവത്തുർ, അതേപോലെ തവാസുലിനെ പറ്റിയുള്ള എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ മനുഷ്യ സമൂഹങ്ങൾ തമ്മിലുള്ള കണക്ഷനുകളെപ്പറ്റി, വത്തതൗറാത്ത് ടെക്നോളജി മേഖലയിലുള്ള പുരോഗതിയെക്കുറിച്ച്, വസുറായത്തിൻ നഫ്സിയ, മാനസിക സംഘർഷങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ മനുഷ്യൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ആധുനിക സാഹിത്യം സംസാരിക്കുന്നു എന്നുള്ളത്. യസ് അൽ അദബുൽ ഹദാസി ഇല ഫഹ്മിൽ ഇൻസാനി. ഈ ആധുനിക സാഹിത്യം പ്രയത്നിക്കുന്നത് മനുഷ്യനെ മനസ്സിലാക്കാനാണ്. വതജാറുബിഹി വതഹ്ലീലിഹി, ആ മനുഷ്യൻ്റെ അനുഭവങ്ങളെപ്പറ്റി, അതിനെ വതഹ്ലീലിഹ, പിന്നെ അവ അപഗ്രഥിക്കുക എന്ന കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ഇത് ആധുനിക സാഹിത്യം പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ മേഖല അൽ കെസ്റു മഅ തഖാലീദ്, പഴമകളെ പൊളിച്ചെഴുതുക എന്നുള്ളതാണ്, സമ്പ്രദായങ്ങളെ പൊട്ടിക്കുക. യതഹദ്ദൽ അദബുൽ ഹദാസി തഖാലീദ് അൽ അദബിയ്യ സാബിഖ, തുടർന്നു വന്നിരുന്ന മുമ്പുണ്ടായിരുന്ന സാഹിത്യ സമ്പ്രദായങ്ങളെ ആധുനിക സാഹിത്യം വെല്ലുവിളിക്കുന്നുണ്ട്. വൽ ഖവാഇദ് അൽ അദബിയ്യ തഖ്ലീദിയ്യ, പരമ്പരാഗത സാഹിത്യ നിയമങ്ങളെയും. യസ്അ ഇലാ കസ്റിൽ ഖുയൂദ് അൽ അദബിയ്യ വൽ ഇബ്തികാർ, ഇവിടെ സാഹിത്യ മേഖലയിലെ ബന്ധനങ്ങളെ പൊട്ടിക്കാനാണ് ആധുനിക സാഹിത്യം ശ്രമിച്ചിട്ടുള്ളത്, അങ്ങനെ പുതുമകൾ ഉണ്ടാക്കുവാൻ. അടുത്ത തലം എന്ന് പറയുന്നത് അത്തഅദ്ദുദിയ്യ വത്തനവ്വുഅ്, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. യുശജ്ജിഉൽ അദബുൽ ഹദാസി, ആധുനിക സാഹിത്യം അത് പ്രേരിപ്പിക്കുന്നുണ്ട്. അലാ തഖ്ദീമി ഖിസസ്, കഥകളെ അവതരിപ്പിക്കാൻ, വറുഅ, അഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കുവാൻ, മുതനവ്വിഅ, അത് വൈവിധ്യമായ നിലയിൽ, മുതഅദ്ദിദത്തൻ ലിൽ ആലം, ലോകത്തിൻ്റെ ഡൈവേഴ്സിറ്റിയെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ അവ അവതരിപ്പിക്കണം. അടുത്ത തർക്കീസ് വലൽ വാഖഇയ്യ, റിയലിസത്തിൽ ഫോക്കസ് ചെയ്യുന്നു. യുംകിനു അൻ യത്തസിമ അൽ അദബുൽ ഹദാസി, ആധുനിക സാഹിത്യത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബിൽ വാഖഇയ്യ, അതെന്താണ്? റിയലിസമാണ്. വത്തഫാസീൽ അൽ വസ്ഫിയ്യ ദഖീഖ ലിൽ ഹയാത്തിൽ യൗമിയ്യ വൽ ബിഅ, ചുറ്റുപാടിനെ പറ്റി, ദൈനംദിന ജീവിതത്തെപ്പറ്റി സൂക്ഷ്മമായ, അതേപോലെ വിശദമായ വർണ്ണനകളും വിവരണങ്ങളും കാണാൻ സാധിക്കുമെന്നുള്ളതും ഇതിൻ്റെ സവിശേഷതയാണ്. അടുത്ത അൽ ഇഹ്തിമാമു ബിസ്സിയാഖ് അൽ ഇജ്തിമാഇ വസ്സഖാഫി, സാംസ്കാരിക സാമൂഹിക സന്ദർഭങ്ങളെ പ്രാധാന്യപൂർവ്വം കാണുക. യഅ്കിസുൽ അദബുൽ ഹദാസി തഗ്യീറാത്തുൽ ഇജ്തിമാഇ വസ്സഖാഫിയ്യ, സാംസ്കാരിക സാമൂഹിക മാറ്റങ്ങളെ ആധുനിക സാഹിത്യത്തിൽ പ്രതിഫലിക്കുന്നത് കാണാൻ സാധിക്കും. എപ്പോഴുള്ള മാറ്റം. ഫിൽ അസ്രിൽ ലദി യക്തുബു ഫീഹി, ഏത് കാലത്തിലാണോ അത് യുക്തബു ഫീഹി, ഏത് സമയത്താണോ എഴുതപ്പെടുന്നത് ആ സമയത്തുള്ള. തഅമലു മഅ ഖളായ, അതുപോലെ തന്നെ സമൂഹത്തിലും സംസ്കാര മേഖലകളിൽ ഇഷ്യൂകളെ അവ കൈകാര്യം ചെയ്യുന്നു. മിസ്ലുൽ ഹിജ്റ, സമൂഹത്തിലുണ്ടാകുന്ന ഹിജ്റകൾ, കുടിയേറ്റങ്ങൾ. വത്തഹവുലാത്തുൽ ഇഖ്തിസാദിയ, സാമ്പത്തിക മാറ്റങ്ങൾ. വസ്റാഅത്ത് സിയാസിയ, രാഷ്ട്രീയ സംഘടനകൾ. ഇതൊക്കെ ആധുനിക സാഹിത്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലോകാടിസ്ഥാനത്തിൽ ചരിത്രപരമായിട്ടുള്ള ആധുനിക കാലഘട്ടവും ആധുനിക സാഹിത്യവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അറേബ്യൻ മേഖലയിൽ വന്നിട്ടുള്ള ഈ ഹദാസത്തുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.